ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നതും പ്രേക്ഷകർക്ക് ഉത്തരമില്ലാതെ പ്രേക്ഷകരെ കുഴക്കിയതുമായ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പ്രണയം എന്നുള്ളത്. അത് പ്രണയമല്ല എന്നും പ്രണയത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞു. എന്നാൽ പരസ്പരം അഗാധമായ സ്നേഹമായിരുന്നു അത്രേ. ഇപ്പോൾ പുതിയ ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ പ്രൊമോയിൽ ജാസ്മിൻ, റസ്മിൻ, ഗബ്രി ഈ 3 പേരും കൂടി ഒരുമിച്ചുള്ള ഒരു കോൺവെർസേഷനാണ്. ജാസ്മിനാണ് സംസാരിച്ചു തുടങ്ങുന്നത്. എനിക്കിതിനൊരു അടിവരയിടണം, ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവർത്തികൾ കാണിക്കുന്നു. എനിക്കൊരു ബന്ധം കിട്ടുന്നില്ല. അതിനുള്ള ഗബ്രിയുടെ മറുപടി, ഒന്നുകിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി വരും. അപ്പോൾ ജാസ്മിൻ വീണ്ടും പ്രതികരിക്കുകയാണ്, പക്ഷേ എത്ര നാൾ ഒരു സത്യത്തെ കള്ളമാക്കി നീ പറഞ്ഞുകൊണ്ടിരിക്കും? ഗബ്രി ചോദിക്കുന്നു, എന്ത് സത്യത്തെയാണ് ഞാൻ കള്ളമാക്കി പറയുന്നത്? അപ്പോൾ ജാസ്മിൻ പ്രതികരിക്കുകയാണ് വീണ്ടും, ഞാൻ പറയാം, എനിക്കിവനെ ഇഷ്ടമാണ്. അപ്പോൾ ഗബ്രി പറയുന്നു, എനിക്കും ഇവളെ ഇഷ്ടമാണ്. എന്നുവെച്ച് ഇവളുമായി റിലേഷൻഷിപ്പിലാകുവാനും ഇവളെ കല്യാണം കഴിക്കുവാനും എനിക്ക് പറ്റില്ല. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി എന്ന് ജാസ്മിൻ പറഞ്ഞു നിർത്തുന്നിടത്താണ് ഈ പ്രൊമോ അവസാനിക്കുന്നത്. ഇത്രയും നാളും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മക്കളെ. എന്തെല്ലാം പുകിലുകളായിരുന്നു അവിടെ. പുറത്തുള്ളതെല്ലാം അകത്ത് നിൽക്കുന്ന നിങ്ങൾ അറിയുമ്പോൾ പോലും നിങ്ങൾക്ക് പരസ്പരം പിരിയുവാൻ കഴിയാത്ത തരത്തിൽ അഗാധവും തീവ്രവുമായ പ്രണയത്തിന്റെ ഒരു വലിയ പ്രകടനം തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടേയിരുന്നത്. അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ വീട്ടിലുള്ള ആൾക്കാർ ഏകദേശം നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിട്ടിട്ടുണ്ട്. രണ്ടാമത് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതിനകത്ത് വലിയ താല്പര്യവുമൊന്നുമില്ലാതായിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയം ചർച്ചയാക്കിക്കൊണ്ട് നിങ്ങൾ വരുവാൻ താല്പര്യപ്പെടുന്നത്? ഇത് ഒരു പ്ലാനിങ് ആണ്. പ്രേക്ഷകരുടെ മുൻപിൽ ചില കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം നടക്കുകയാണ്. ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം ഇവിടെ വച്ച് അവസാനിപ്പിച്ചു. ഇനി ഞങ്ങൾ പരസ്പരം എതിരാളികളെ പോലെയായി മാറുവാൻ പോവുകയാണ്. എനിക്ക് എൻ്റെ വഴി, അവൻ അവൻ്റെ വഴി എന്നുള്ളത് വളരെ വ്യക്തമായി ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇൻഡിവിജ്വലായി കളിക്കുവാനുള്ള ഒരു ഡ്രാമയായിട്ട് മാത്രമാണ് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ജാസ്മിൻ്റെ മുഖം നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. ഒട്ടും അങ്ങോട്ട് ഒക്കുന്നില്ല. ആ സാഹചര്യത്തിനൊത്ത രീതിയിലല്ല ജാസ്മിൻ്റെ മുഖഭാവങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 50 ദിവസം, പകുതിയോളം ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇനിയിപ്പോൾ പഴയ സ്ട്രാറ്റജിയുമായിട്ട് നിന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും മുൻപോട്ട് നീങ്ങുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു വഴി വെട്ടിയെടുത്തെങ്കിൽ മാത്രമേ യാത്ര ചെയ്യുവാൻ കഴിയൂ എന്നുള്ള നല്ലൊരു ബോധ്യത്തിലേക്ക് ജാസ്മിനും ഗബ്രിയും എത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകരെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇനിയും ഇതിൻ്റെ പിന്നാലെ പലതും വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം നമ്മൾ കാണേണ്ടി വരും. എന്തായാലും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.